ഇത് വെച്ചുകൊണ്ടിരിക്കുന്നത് ആർക്ക് വേണ്ട? കൈക്കൂലി പിടിച്ച് കാശുണ്ടാക്കാൻ വേണ്ടി കുറേ കള്ളന്മാർക്ക്. അതിനല്ലേ കേരള കോൺഗ്രസ്? ആർക്ക് എന്ത് ഗുണം കേരള കോൺഗ്രസ് ഉണ്ട്? ഇവിടെ ക്രിസ്ത്യാനിയെ വളർത്താനാന്ന് പറഞ്ഞ് കേരള കോൺഗ്രസ് ആയിട്ട് ക്രിസ്ത്യാനിക്ക് വല്ല ഗുണം കിട്ടിയിട്ടുണ്ടോ? ക്രിസ്ത്യാനിയെ ജോസഫ് മാണിക്കും 10 ചക്രം ഉണ്ടായി എന്നുള്ളതല്ല വേറെ ആർക്കുണ്ടായി? മാണി ഉണ്ടായി ചില്ലറ എല്ലാം കൂടെ ജോസ് കെ മാണിയിലുണ്ടാവും. ജോസ് കെ മാണിക്ക് സൂചിച്ചിങ്ങനെ ഡൽഹി കൂടെ ഒക്കെ സരിതിയൊക്കെ ഇടക്ക് നടക്കാം. അല്ല എന്നാ കാര്യം? നമസ്കാരം. പി സി ജോർജ് ആഞ്ഞടിക്കുകയാണ് കേരള കോൺഗ്രസിനെതിരെ. മുമ്പ് കേരള കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്ന, സമുന്നതനായ നേതാവായിരുന്ന പി സി ജോർജിന് അറിയാം കേരള കോൺഗ്രസിൻ്റെ ഉള്ളിൽ എന്തൊക്കെ നടന്നു എന്ന്. പി സി ജോർജ് പറയുന്നത് കെ എം മാണിയും അതേപോലെ പി ജെ ജോസഫിനും അല്ലാതെ വേറെ കേരള കോൺഗ്രസ് അടികൾക്കൊന്നും തന്നെ ഒരു ഗുണവും ഉണ്ടായിട്ടില്ല എന്നാണ്. കേരള കോൺഗ്രസിനെ ഉടനെ പിരിച്ചുവിടണം, അതോടുകൂടിയിട്ട് നാട് നന്നാവും എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് കെ എം മാണിയും അതേപോലെ പി ജെ ജോസഫും കോടികൾ ഉണ്ടാക്കി, എന്നാൽ സാധാരണക്കാരായ കേരള കോൺഗ്രസ്സുകാർക്ക് എന്ത് നേടി? അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും മുകളിലേക്ക് ആകാശം താഴെ ഭൂമി എന്നുള്ളതാണ്. എന്നാൽ കേരള കോൺഗ്രസ് വഴി ഉണ്ടാക്കിയിട്ടുള്ള നേതാക്കന്മാർ സസുഖം വാഴുന്നു. കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണി ഈ പണം കൊണ്ട് എന്ത് ചെയ്തു? നല്ല സരിതാ നായരോടൊപ്പം ഡൽഹിയിലെല്ലാം ചുറ്റിയടിച്ച് വിലസുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും കേരള കോൺഗ്രസ് പിരിച്ചുവിടണം, കേരള കോൺഗ്രസിൻ്റെ ആവശ്യമില്ല എന്നുള്ള വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പി സി ജോർജ്. അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിൻ്റെ ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. ഇത് വെച്ചുകൊണ്ടിരിക്കുന്നത് ആർക്ക് വേണ്ട? കൈക്കൂലി പിടിച്ച് കാശുണ്ടാക്കാൻ വേണ്ടി കുറേ കള്ളന്മാർക്ക്. അതിനല്ലേ കേരള കോൺഗ്രസ്? ആർക്ക് എന്ത് ഗുണം കേരള കോൺഗ്രസ് ഉണ്ട്? ഇവിടെ ക്രിസ്ത്യാനിയെ വളർത്താനാന്ന് പറഞ്ഞ് കേരള കോൺഗ്രസ് ആയിട്ട് ക്രിസ്ത്യാനിക്ക് വല്ല ഗുണം കിട്ടിയിട്ടുണ്ടോ? ക്രിസ്ത്യാനിയെ ജോസഫ് മാണിക്കും 10 ചക്രം ഉണ്ടായി എന്നുള്ളതല്ല വേറെ ആർക്കുണ്ടായി? മാണി ഉണ്ടായി ചില്ലറ എല്ലാം കൂടെ ജോസ് കെ മാണിയിലുണ്ടാവും. ജോസ് കെ മാണിക്ക് സൂചിച്ചിങ്ങനെ ഡൽഹി കൂടെ ഒക്കെ സരിതിയൊക്കെ ഇടക്ക് നടക്കാം. അല്ല എന്നാ കാര്യം? ഏതാ ഡെമോക്രാറ്റ്? ഏത് പാർട്ടിയാണ്? അങ്ങനെ പാർട്ടി ഉണ്ടോ? എനിക്കെല്ലാം അറിയത്തില്ല, ഞാൻ എല്ലാത്തിനും പഠിച്ചില്ല. അല്ല പുള്ളി കൊടുത്ത ആളൊക്കെ ഉണ്ടോ? ഞാനറിഞ്ഞില്ല, ഞാൻ പോയ ജില്ലയിലൊന്നും കണ്ടില്ല. ഇവിടെ ഞാൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ നല്ല കാര്യം, നമ്മുടെ ഘടകകക്ഷിയിൽ ശക്തി പ്രാപിക്കട്ടെ. പക്ഷേ ആ കേരള കോൺഗ്രസ് പേര് മാറ്റിയാൽ മഞ്ഞക്കടമ്പ് നല്ലതായിരിക്കും. എൻ്റെ അഭിപ്രായം അതാ. പാലും നാട്ടുകാർ പണിതുകൊണ്ടിരിക്കുകയാണല്ലോ. അതിലൊരു പ്രശ്നം എന്താണെന്നറിയാൻ ഞാൻ പറയാം. അവിടെ ഇത് സത്യത്തിൽ നമ്മുടെ കരിങ്കൽ കോറികളും വലിയ അതായത് എക്കോളജി ഫ്രജൈലായിട്ടുള്ള മേഖലയിൽ വലിയ 10-12 നിലയുള്ള കെട്ടിടങ്ങളും പണിയുന്ന സമ്പന്നന്മാരുടെ ഇടപാടുണ്ട്. ഇത് അവസാനിപ്പിക്കാതെ അതൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. മനസ്സിലായോ? ഇവിടെ ഇലവിഴ പൂഞ്ചിറ ഇവിടെ നോക്കിയപ്പോൾ കെട്ടിടം പണിതുകൊണ്ടിരിക്കുക. അത് പൊക്കുക അങ്ങോട്ട്. ഇത് എങ്ങോട്ടാണ് ഇത് പൊക്കിക്കൊണ്ട് പോകുന്നത്? കൂട്ടിക്ക് പഞ്ചായത്ത് മാത്രം 8 കോറിയായിരുന്നു, അറിയാമോ? 8 കോറി. ഞാനത് നിർത്തിക്കളഞ്ഞു. അവിടുത്തെ ജനപ്രതിനിധികളെയും പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാരെയും ഒന്ന് വിളിച്ചു കൂട്ടി 8 നിർത്തിക്കളഞ്ഞു. അത് കഴിഞ്ഞ് പാവങ്ങളുടെ വീട് പദ്ധതിക്ക് കരിക്കല് വേണമല്ലോ, എന്ത് ചെയ്യും എന്നൊരു ചർച്ച വന്നപ്പോൾ അവിടെ മുഴുവൻ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാരെയും പഞ്ചായത്ത് പ്രസിഡന്റെയും മെമ്പർമാരെയും വിളിച്ച് ഞാൻ തന്നെയാണ് ചെന്നിരുന്ന് ചർച്ച ചെയ്ത് 2 കോറി ഉണ്ടാക്കിക്കളാന്ന് വെച്ചു. അങ്ങനെ 2 കോറി ഉണ്ടായതോടെ ആ കോറി അപകടമെന്ന് എൻ്റെ അഭിപ്രായം. കോറികൾ അവസാനിപ്പിച്ചേ പറ്റൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒന്നാമത് കാലാവസ്ഥ വലിയ മാറ്റം വന്നിരിക്കുകയാണ്. കേരളത്തിൽ എല്ലാ മേഖലകളിലും അപകടകരമായ നിലയാണ്. മലയോര മേഖല ഇതുപോലുള്ള മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും, അതുപോലെ തന്നെ തീരദേശത്തോ കടൽ കടന്ന് കയറുന്നു. എല്ലാ മേഖലയിലും ഇങ്ങനെ അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പരിസ്ഥിതി സംരക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കാനുള്ള ബാധ്യത ഭരണാധികാരികൾക്കുണ്ട്. നമ്മുടെ പഞ്ചായത്തിലെ ഇടപെടൽ മുഴുവൻ കോറിയും നിർത്തിക്കളണമെന്ന് എൻ്റെ അഭിപ്രായം. ഏതെങ്കിലും ഒരു മേഖലയിൽ കുഴപ്പമില്ലാത്ത സ്ഥലത്ത് 1-2 കോറി ഞാൻ എതിരല്ല. അതുപോലെ തന്നെ എന്തിനാണ് നീ വലിയ 10-12 നില കെട്ടിടം ഉണ്ടാക്കുന്ന ഈ മലയുടെ മുകളിൽ കൊണ്ടുപോയി? ആർക്കെണ്ണ ഉണ്ടാക്കാൻ ഈ കെട്ടിടം? ന്യായമായിട്ട് ചെറിയ താമസിക്കാനുള്ള വീടുണ്ടാക്കിയാൽ പോരെ. 2 ഭാര്യയും ഭർത്താവും ഉള്ള അവിടെ 10 മുറി എണ്ണ കാണിക്കാൻ ചെറിയ കെട്ടിടം വെക്കണം. 2 നിലയിൽ കൂടുതൽ അനുവദിക്കരുത് വീട് വെക്കാൻ. ഷോപ്പിംഗ് കോംപ്ലക്സ് 2 നില കൂടുതൽ അനുവദിക്കാൻ പാടില്ല. 3 നില ഏകദേശം ധാരണയുണ്ട്. ഇപ്പോൾ 2 നിലയായിട്ട് നിർത്തണം എന്ന് എൻ്റെ അഭിപ്രായം. അതിൽ കൂടുതൽ ആവശ്യമില്ല. റിസോർട്ടുകൾ പണിത് കൂട്ടുക. ഇവിടെ പറഞ്ഞ തങ്ങൾ മാറ അന്ന്
NDR മകൽ കമ്മിറ്റിക്ക് 3 ഹെക്ടർ സ്ഥലം ഞാൻ പതിപ്പിച്ചു കൊടുത്തത്. അവർ വളരെ മാന്യമായിട്ട് അത് നോക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈയിടെ ചെന്നപ്പം അവിടെയും റിസോർട്ടായി. എന്തൊരു കാലമാണ് ഇത്! ഈ ചോദിക്കാനും പറയാൻ ആളില്ല. അവിടെയുള്ള വില്ലേജ് ഓഫീസറും അവിടെയുള്ള താലൂക്ക് ഓഫീസർമാരൊക്കെ ഇതിന് ഉത്തരം പറയേണ്ടി വരും. പഞ്ചായത്ത് മാത്രമല്ല. വരട്ടെ, നോക്കാം. അത് വളരെ വികാരപരമായ കാര്യം. ഇത് അനുവദിക്കാൻ പറ്റില്ല. തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ എനിക്ക് നിങ്ങൾ കണ്ടായിരിക്കില്ല ഇലക്ഷൻ. അവിടെ BJP 8 മെമ്പർമാർ. അവിടെ ഒരു ചെയർമാൻ കൈക്കൂലിക്കാരനാണ് എന്ന് കൈക്കൂലി മേടിച്ച് തെളിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അയാളെ കേസ് പ്രതിയായി അയാളുടെ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ആദ്യം സമരം നടത്തിയത് അതിന് ഉദ്ഘാടകനും ഞാനായിരുന്നു. അയാൾ രാജിവെച്ച് പോയി. അത് കഴിഞ്ഞ് ഇപ്പോൾ ഇലക്ഷൻ നടന്നു. ആ ഇലക്ഷൻ നടന്നപ്പോൾ ഒരു പ്രത്യേകത, CPM സ്ഥാനാർത്ഥിക്ക് മുസ്ലിം ലീഗ് വോട്ട് ചെയ്തിരിക്കുന്നു. അതെന്ത് ഇടപാടാണ്? അതെന്നാ രാഷ്ട്രീയം നിങ്ങൾ പറഞ്ഞു? അവിടെ മുസ്ലിം ലീഗും കോൺഗ്രസുമായിട്ട് ഒരു പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് CPMൻ്റെ സ്ഥാനാർത്ഥി മുസ്ലിമായിരുന്നു, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഹിന്ദുവായിരുന്നു. മുസ്ലിം ലീഗിൻ്റെ മുസ്ലിങ്ങളെല്ലാം ഹിന്ദുവിന് വോട്ട് ചെയ്യാതെ മുസ്ലിമിന് വോട്ട് ചെയ്തു. അതല്ലേ ജാതി മതം നോക്കി രാഷ്ട്രീയം മാറി എന്നല്ലേ അതിനർത്ഥം? വലിയ വികാരപരമായി ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ കേരളം പോലൊരു മതേതര സ്റ്റേറ്റിൽ ഇത്രയും വൃത്തികെട്ട നടപടിയിലേക്ക് മുസ്ലിം ലീഗ് പോകാമോ? പാലക്കാട് താങ്കൾ അറിഞ്ഞുകൊണ്ടാണോ എന്ന് എനിക്ക് സംശയം. കാരണം ഇതുവരെ നടപടിയായിട്ടില്ല. മുസ്ലിം ലീഗിലെ കുഞ്ഞാലിക്കുട്ടി അറിഞ്ഞോ ഇത്? കുഞ്ഞാലിക്കുട്ടിയുടെ സ്വഭാവം ഇതായിരുന്നില്ലല്ലോ. സ്വഭാവം മാറിയോ? പിണറായി വിജയൻ്റെ മുസ്ലിം പ്രീണന രാഷ്ട്രീയം അത് കോൺഗ്രസ് മുസ്ലിം പ്രീണന രാഷ്ട്രീയമാണല്ലോ. ഈ മുസ്ലിം പ്രീണന രാഷ്ട്രീയമായിട്ട് UDF LDF എവിടെ പോയി എത്തും? സ്വയം ആലോചിക്കണം എന്ന് UDFനോട് LDFനോടും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ മനസ്സിലായല്ലോ കോൺഗ്രസ്സുകാരൻ്റെ കിട്ടേണ്ട വോട്ട് 5 എണ്ണം മുസ്ലിം ലീഗുകാരെ നേരെ കൊണ്ട് കൊടുത്തത് CPMന്. എന്നാ കാര്യം? മുസ്ലിം സ്ഥാനാർത്ഥിയായിരുന്നു CPM പോരെ. അപ്പം മതം നോക്കിയാണോ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നത്? അപ്പം കേരളത്തിൽ അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ആലോചിക്കേണ്ടി വരും. ഇവിടെ ഇപ്പോൾ ചെയ്യാവുന്നത് ഭാരതത്തെ സ്നേഹിക്കുന്ന ഭാരതീയരായിട്ടുള്ള മുസ്ലിങ്ങളും ഇവിടുത്തെ ഹൈന്ദവരും ഇവിടെ SC/ST വിഭാഗങ്ങളും ക്രൈസ്തവരും ചേർന്നുള്ള ഒരു മുന്നണി സെറ്റപ്പ് കേരളത്തിൽ ഉണ്ടാകേണ്ടി വരും. അല്ലെങ്കിൽ ഈ കൊള്ളയ്ക്ക് ഈ വർഗീയതയെ അവസാനിപ്പിക്കാൻ കഴിയില്ല എന്നാണ് എൻ്റെ ചിന്ത. അത് പറയേണ്ടി വന്ന് ദുഃഖിക്കുന്നു. ഈ എവിടെ പൊട്ടുന്ന അവിടെ രാഷ്ട്രീയം അവർക്ക് വേണ്ടി പോകാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഈ കോൺഗ്രസ് എന്തിനാണ്? രാഹുൽ ഗാന്ധിന് ഉത്തരം പറയണം. രാഹുൽ ഗാന്ധി പറയണ്ടേ ഈ മുസ്ലിം ലീഗുമായിട്ട് യോജിച്ചു പോകുന്നത് ശരിയോ? ഇവിടെ നമ്മുടെ VD സതീശനുണ്ടല്ലോ, പ്രതിപക്ഷ സതീശൻ എന്ന് പറയട്ടെ, അല്ലെ സുധാകരൻ KPC പ്രസിഡന്റ് പറയട്ടെ ഉത്തരം. നിങ്ങൾ മുസ്ലിം പ്രീണനമായിട്ട് പോകുന്നു കോൺഗ്രസ്, പക്ഷേ യഥാർത്ഥ മുസ്ലിങ്ങളായിട്ടുള്ള ലീഗിൻ്റെ പ്രതിനിധികൾ ഇടതുപക്ഷത്തിനും CPMനും വോട്ട് ചെയ്യുന്നു. പിന്നെ നിങ്ങൾ എന്തിന് ഈ മുസ്ലിം പ്രീണനം? അപ്പോൾ എന്താ അർത്ഥം? അത് ദേശീയ മുസ്ലിങ്ങളല്ല, മുസ്ലിം ലീഗിലും ദേശീയ മുസ്ലിങ്ങളല്ല, ഭാരതീയ സംസ്കാരം ഉൾക്കൊള്ളുന്ന മുസ്ലിങ്ങളല്ല. കണ്ടില്ലേ ബലൂൺ കൊടുത്തപ്പം പാകിസ്ഥാൻ്റെ പടമാണ്. നിങ്ങൾ വായിച്ചു കാണുമല്ലോ. കേരളത്തിലാന്ന് ഓർക്കണം. പിള്ളേർ ഓണത്തിന് പൊട്ടിക്കാനായിട്ട് ബലൂൺ ബലൂൺ മേടിച്ചപ്പോൾ ഊതിക്കഴിഞ്ഞു പാകിസ്ഥാൻ്റെ കൊടിയും പാകിസ്ഥാൻ സിന്ദാബാദ് പോരെ. ആ നിലയിലേക്ക് കേരളത്തിലെ മുസ്ലിം ഭീകരവാദികൾ വളർന്നിരിക്കുന്നു എന്നത് ഓർത്താൽ എല്ലാവർക്കും നല്ലതാണ്. അത്രേ പറയുന്നു. എൻ്റെ പൊന്നു മാനെ, ഞാൻ എവിടെ നിന്നാലും ജയിക്കും, മനസ്സിലായോ? ഒന്നും പേടിക്കണ്ട. ഞാൻ ഇന്നലെ കോതങ്ങൾ പോയി വരിക, മനസ്സിലായല്ലോ. ആദിവാസിയിലെ 5 ഊരിലെ ജനങ്ങളും ഒറ്റക്കെട്ടായിട്ട് BJP ചേർന്നു. ഞാൻ ചെന്നതാണ്. എന്നെ കാണണം എന്നുള്ള ഡിമാൻഡ് അവർക്കുള്ളത്. എന്നെ കണ്ടതേ അവർ ചേർന്നിരിക്കുന്നത് പ്രഖ്യാപിച്ചു, മനസ്സിലായോ? ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് അനുഗ്രഹമൊക്കെ കിട്ടുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. BJP കേരളത്തിൽ 26 അധികാരത്തിൽ വരണം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ജയിക്കാൻ പറ്റും. ഏതെന്ന് വെച്ചാൽ നല്ല മത്സരം കാഴ്ചവെക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് ഏത് മണ്ഡലമാണെങ്കിലും പാട്ട് പറയുന്ന ഏത് മണ്ഡലത്തിലും മത്സരിക്കാം. നിർണായകമായ ശക്തിയായി BJP വളർത്താൻ എനിക്ക് കഴിയും. നല്ല മത്സരം കാഴ്ചവെക്കാൻ കഴിയുന്നതിൽ ഒരു സംശയവും വേണ്ട. AK ആന്റണിയുടെ മകൻ വളരെ ഇങ്ങനെ ആത്മാർത്ഥത്തോടെ നടക്കാൻ നമ്മൾ അതിനകത്തൊരു ഞാൻ ആർക്കിട്ടും പാര വെക്കാനില്ല. അതുകൊണ്ടാണ്
നമുക്ക് പോട്ടെ, നമുക്ക് എന്നാ നഷ്ടം. റബ്ബറിൻ്റെ വില പോകുമെന്ന് മാത്രമല്ല, ഇപ്പോഴും ഞാൻ പറയുന്നു, റബ്ബർ കൃഷി ചെയ്യരുത്, അപകടമാണ്. റബ്ബർ കർഷകൻ ജീവിക്കാൻ പറ്റുന്ന ആര് റബ്ബർ വെട്ടും? ഒരു 5.5 ഏക്കർ വീടിന് മുന്നിൽ പോട്ടെ, 5.5 ഏക്കർ നാളെ മുതൽ വെട്ടിയെടുത്തു, ചുമ്മാ എടുത്തു വരുന്നോ? നാളെ മുതൽ വെട്ടിയെടുത്തു. എൻ്റെ വീട് നേരെ ഓപ്പോസിറ്റ് 5.5 ഏക്കർ കിടപ്പുണ്ട്. റബ്ബറ ഒരു 15 കൊല്ലത്തുക്കുള്ളായിട്ടില്ല. ആര് വെട്ടാൻ ആളെ കിട്ടണ്ടേ? ഇന്ന് വെട്ടാൻ ആൾ കിട്ടുകയില്ല. അത് തന്നെയല്ല, ഇത് ലാഭകരമല്ല. നോക്കട്ടെ, 9 കൊല്ലം കഴിയാതെ റബ്ബർ വെട്ടാൻ പറ്റില്ല. മൂന്നാം പക്കം വെട്ട് എന്നാ കിട്ടും? മൊത്തം നോക്കട്ടിൽ നഷ്ടമാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് 7-8 വർഷത്തിന് മുമ്പ് നിയമസഭ ഞാൻ പ്രസംഗിച്ചു, റബ്ബർ കൃഷി ഉപേക്ഷിക്കണം കൃഷിക്കാരൻ. ഓരോ കാലാനുസൃതമായ മാറ്റം കാർഷിക മേഖല കൃഷിക്കാരൻ വരുത്തണം. അതാണ് ഞാൻ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, റംബുട്ടാൻ വെച്ച് എന്നാ ഇന്ന് ലാഭം? കദമ്പ കുഞ്ഞച്ചൻ ചേറ്റുവോട് ഈ കഴിഞ്ഞ കൊല്ലം വിറ്റ എത്ര 40 ലക്ഷം രൂപയ്ക്ക്. എൻ്റെ അടുത്ത് വെള്ളിക്കുന്ന ജോഷി എൻ്റെ അടുത്ത് കൊണ്ടവരുണ്ട്, അവർ 3 കോടി രൂപ കിട്ടുള്ളൂ. മനസ്സിലായില്ലേ? ഏത് റംബൂട്ടാൻ? പിന്നെ എന്തിനാ കൃഷിക്കാരന് റബ്ബറിൻ്റെ പുറകാണെന്ന് അവൻ്റെ ജീവിതം കളഞ്ഞ് റബ്ബർ വെട്ടാൻ നമ്മളങ്ങ് വെട്ടിയാലോ? വിചാരി മുഴുവൻ റബ്ബറും ഒട്ടുപാലും കയറ്റി രാവിലെ മുതൽ ഈ ഒട്ടുകാലം പറിച്ചുകൊണ്ടിരിക്കേണ്ട ഗതിയാണ്. നമ്മൾ പെണ്ണുങ്ങൾ പോലും അടുത്തു വരികയില്ല നാറ്റം കൊണ്ട്, പാരി പോലും പോയി ചെയ്യും. അതുകൊണ്ട് കഴിയുമെങ്കിൽ ഈ റബ്ബർ പരിപാടിയെ നിർത്തി കളയണമെന്ന് എൻ്റെ അഭിപ്രായം. അത് തെറ്റിദ്ധാരണ. കേരള കോൺഗ്രസ് റബ്ബറോട്ട് ഒരു ബന്ധവുമില്ല. അതൊക്കെ ചുമ്മാ, ഞാനും കേരള കോൺഗ്രസ് ആയിരുന്നല്ലോ, ഞങ്ങൾ ചുമ്മാ പറയാൻ വേണ്ടി റബ്ബർ ബോർഡിന് അങ്ങോട്ട് ഒരു സമരം ചെയ്യും. അതെങ്ങനെ നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഒന്ന് എഴുതിക്കണ്ടേ? അതിനുവേണ്ട ഒരു പരിപാടിയായിരുന്നത്. വേറെ കാര്യമൊന്നുമില്ല, സത്യം പറയണ്ടേ.